ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. അക്കുത്തിക്കുത്താന വരമ്പെ കയ്യെ കുത്ത് കരിങ്കുത്ത് ചീപ്പ് വെള്ളം താറാ വെള്ളം മക്കട കയ്യിലൊരു വാഗ്. അപ്പപ്പാ ഇപ്പൊ പാടത്തൊക്കെ മീൻ വരൂ? പിന്നെ പാടത്ത് മീൻ വരും. കനാലിലെ വെള്ളം പാടത്തോട്ട് കയറുമ്പം പാടത്ത് മീൻ വരും. അപ്പോഴേ വലിയ മീനൊക്കെ വരും. ഈ കനാലില് ആറ്റിലെ വെള്ളം സംഭരിക്കും. മീനെ നമ്മള് ചൂണ്ടയിട്ട് പിടിക്കും, വല വെച്ച് പിടിക്കും, പിന്നെ ഒറ്റാൽ വെച്ച് പിടിക്കും. ഒറ്റാല് അതിങ്ങനെ ഈറ കൊണ്ടുണ്ടാക്കുന്ന, എന്നിട്ട് മീൻ വരുന്നിടത്ത് ഇങ്ങനെ കമിഴ്ത്തി അങ്ങ് വെക്കും. മീൻ കടിക്കത്തില്ല, മീനെ നമ്മൾ കടിക്കും. അയ്യോ, നിന്നേക്കാൾ വലിയ മീനുണ്ട്. ഡാമിലെ വെള്ളം തുറന്നു വിടുമ്പോ ഉണ്ടല്ലോ, അപ്പൂപ്പനേക്കാൾ വലിയ മീനൊക്കെ വരും. അതെ, രണ്ടാളും അപ്പൂപ്പന്റെ അടുത്ത് കഥയും പറഞ്ഞോണ്ടിരിക്കുവാന്നോ? ഒന്നും കഴിക്കണ്ടേ? അവര് പിന്നെ എന്റെ അടുത്തല്ല, അവൻ ആരുടെ അടുത്താണ് കഥ പറയേണ്ടത്? ഇനി അമ്മൂമ്മയ്ക്ക് ഒന്നും പറയാൻ പറ്റൂല. നമുക്ക് കളിക്കാം. മക്കളെയല്ലേ ആ പിള്ളേർ എൻ്റെ അടുത്ത് വല്ലതൊക്കെ വർത്താനം പറഞ്ഞോണ്ടിരുന്നതാ. അവിടെ തലവട്ടം കണ്ടപ്പോ അതുങ്ങളെ വഴിക്ക് പോയി. അതിന് ഞാൻ എന്തോ പറഞ്ഞു? വല്ലതും കഴിക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഈ വീട്ടിൽ എനിക്കിപ്പോ ഒന്നും മിണ്ടാനും പറ്റാതായോ? അതെ, എനിക്ക് വേറൊരു കാര്യം പറയാനുണ്ട്. എന്തോന്നാ? ആ ഉമേഷ് തീരെ ശരിയല്ലെന്നേ. ആര് പറഞ്ഞു ഉമേഷ് ശരിയല്ലെന്ന്? 10-25 വർഷമായിട്ട് നീ ഇത് തന്നെ പറയുന്നുണ്ടല്ലോ. അവൻ ശരിയാവത്തില്ല ഡേ, നിനക്ക് ചില സ്വഭാവങ്ങളൊക്കെ ഇല്ലേ, നിനക്കത് മാറ്റാൻ പറ്റുമോ? അതുപോലെ അവനും ചില സ്വഭാവ വിശേഷങ്ങളൊക്കെ ഉണ്ട്, അവനും മാറ്റാൻ പറ്റത്തില്ല. നീ എന്തോ ഇപ്പൊ ഇത്ര കിടന്ന് ചിരിക്കാനേ? നീ എന്തിനാ അവളോട് ദേഷ്യപ്പെടുന്നത്? ஐயோ அச்சா, அம்மா எப்பவுமே இப்படிதான் பேசுவாங்க. എന്താണ് അമ്മ ആരുടെ ദേഷ്യപ്പെട്ട? ആ അച്ഛാ, ഈ അമ്മയുണ്ടല്ലോ ഇടയ്ക്കിടയ്ക്ക് ഈ കനകേച്ചി ഇട്ടങ്ങ് വരട്ടും. അമ്മേരെ വിചാരം കനകേച്ചി അമ്മേരെ കയ്യാളാണെന്നാണ്. ഇവിടെ മേശരി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. പണ്ടത്തെ പോലെ ആവശ്യമില്ലാതെ ആളുകളെ വിരട്ടിയാലുണ്ടല്ലോ നിന്നെ. ஐயோ அச்சா, திட்டாதீங்க. அம்மா பாசமா தான் பேசுறாங்க. எனக்கு அது ரொம்ப பிடிக்கும். നിനക്ക് എന്നോട് ഇഷ്ടമുണ്ട്. ഇവിടെ ചിലർക്കൊന്നും എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാ ഞാൻ പറയുന്നൊന്നും പിടിക്കാത്തത്. കണ്ട അച്ഛാ, അച്ഛാ ഞാൻ എന്റെ മനസ്സിലുള്ളത് തുറന്നങ്ങ് പറയും, ഒളിച്ചൊന്നും വെക്കൂല. അതാ ഈ അമ്മയ്ക്ക് ഇഷ്ടപ്പെടൂല. അയ്യോ, ഞാനൊന്നും പറയാനും വരുന്നില്ല, ഞാനൊന്നും മിണ്ടാനും വരുന്നില്ല. അതിന് നീ ഭവാനി അല്ലാതാണ്. മോളെ, ഇവിടെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്നറിയാവോ? എന്തിനാ? ഇവിടെ ഉമേഷിന്റെ കുറ്റം പറയാൻ വന്നതാ. അയ്യോ, ഞാനെന്തോ കുറ്റം പറയാൻ വന്നു? ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ആ പിള്ളേർ എൻ്റെ അടുത്തിരുന്ന് പല കഥയൊക്കെ പറഞ്ഞോണ്ടിരുന്നതാ. എവിടെ തലവട്ടം കണ്ടപ്പോഴേ അതുങ്ങളെ മുങ്ങി. നമ്മളെ ഗൗരി, നീ അവരെയൊക്കെ വിളിക്കേ. അവരുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞോണ്ടിരുന്നാലേ മനസ്സിലൊരു സുഖമുണ്ട്. വിളിച്ചോണ്ടോ? அச்சா, சாப்பிடறதுக்கு இப்ப எடுக்கவா அல்ல அப்புறமா? അപ്പുറം മതി. சரி. അതെ, ഈ ആൾക്കാർ നിൽക്കുമ്പോ എന്നെ വഴക്ക് പറഞ്ഞ് ഇങ്ങനെ താഴ്ത്തി കെട്ടുന്ന സ്വഭാവം നിങ്ങൾക്ക് ഇതുവരെ നിർത്താറായില്ലയോ? നിനക്ക് ചില സ്വഭാവ വിശേഷങ്ങളൊക്കെ ഇല്ലയോ? ആ ഉമേഷിനും ഇല്ലയോ? അതൊക്കെ പെട്ടെന്ന് മാറ്റാൻ പറ്റുന്നുണ്ടോ? അതുപോലെ എനിക്കും ചില സ്വഭാവ വിശേഷങ്ങളൊക്കെ ഉണ്ട്, അതങ്ങനെ പെട്ടെന്ന് മാറ്റാൻ പറ്റത്തില്ല. വാ മക്കള് വാ, നമുക്ക് മീൻ പിടിക്കുന്ന കഥയൊക്കെ പറയാം. വന്നാട്ടെ. ആമയോ? പിന്നെ വലിയ ആമയൊക്കെ ഉണ്ട് അവിടെ. നമുക്കൊരു ദിവസം കാണിക്കാൻ കൊണ്ടുപോയി. ഓ പിന്നെന്താ, കാണിക്കാമല്ലോ. നിനക്ക് കാണണോ ആമേ? ആമ എങ്ങനെ ഇരിക്കുമെന്നറിയുമോ? ഇല്ല, ആമയ്ക്കുണ്ടല്ലോ വലിയ ഇങ്ങനെ പുറന്തോടുണ്ട്, വലിയ തോട്, ഒരു കുഞ്ഞ് തലി. നമ്മളെ കാണുമ്പോ തല ഇങ്ങോട്ട് വരും. അതെ, നമ്മളെ കാണുമ്പോ അച്ഛാ എന്നെ നോക്കി കണ്ണൂരിട്ട് പേടിപ്പിക്കണേ അമ്മ. ചോറിനടുത്തലയുടെ ഓരോ കാര്യം. നമുക്ക് ഓരോ കഥയൊക്കെ പറഞ്ഞോണ്ടിരിക്കാം.